ഗൈസ് വെൽക്കം ടു കോക്കു ബാക്സോ. നമ്മളാണ് ഈ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ട് വന്നേക്കുന്നത്. സോ ഞാനാണെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ പോർട്ട് റീച്ച് പാർട്ട് 3 ആണ്. സോ നിങ്ങൾ വിചാരിക്കും എന്താടേ വേറൊരു വീഡിയോസില്ലേ പോർട്ട് റീച്ചേ ഉള്ളോ എന്ന് വിചാരിക്കും. അതെന്താണെന്ന് വെച്ചാൽ കാരണം ഇതൊരു സീസണാണ്. 10 എപ്പിസോഡ്സുള്ള ചെറിയൊരു സീസണായിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നിലനിൽപ്പിൽ എത്താനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സീസണ് പോലെ എപ്പിസോഡായിട്ട് ഇടുന്നത്. സോ എപ്പിസോഡ് 3 ആണ് ഇപ്പോൾ ഇത്. സോ നമ്മളാണെങ്കിൽ ഇവിടെ ചുമ്മാ ഇരിക്കാൻ കേട്ടോ, ടി വി കണ്ടോട്ട്. ടി വി ഓഫായി കറണ്ട് പോയിന്ന് തോന്നുന്നു. സോ എന്നെ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോകുന്നതിന് മുമ്പേ. സോ നമ്മളാണെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ എൻ്റെ വേറെ ഒരു ഫ്രണ്ടിന് കുറേ ആൾക്കാർ കൊന്നിട്ട് മെഷീൻ ഗൺ എടുത്ത് അലിമ്പാക്കി സീനായി. ആ പാർട്ടിലും കണ്ട ഇക്കാര്യം മനസ്സിലാവും. മീൻസ് പാർട്ട് 1 പാർട്ട് 2 കണ്ടാലും നിങ്ങൾക്ക് ഈ എപ്പിസോഡിലും പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലും പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാം എന്തൊക്കെ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ പ്രീവിയസ് എപ്പിസോഡ് എന്തായാലും കണ്ടിട്ട് ഇത് കണ്ടാൽ മതി, ഇല്ലെങ്കിൽ സ്പോയിലറാവും. സ്പോയിലർ അലേർട്ട് ഞാൻ ഇപ്പം തന്നു, ഇനി എനിക്ക് തരാൻ പറ്റില്ല ഗൈസ്. കാരണം അത് സോറി കേട്ടോ. ആ ഒരു വീഡിയോസ് കണ്ടാൽ ഇതിനകത്തുള്ള എല്ലാ കാര്യം മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ ആ ഒരു വീഡിയോ ആദ്യം കാണാൻ ശ്രമിക്കുക. അത് നമ്മളുടെ ചാനലിലുണ്ട്. സോ ഒട്ടും വൈകാണ്ട് പോയി ചെക്കൗട്ട് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡിലുള്ള 2 സോ ഒട്ടും വൈകാണ്ട് പോയി ചെക്ക് ചെയ്യാം. സോ ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ കൂട്ടുകാരനല്ല എടുത്തത്. ഞാൻ കൂട്ടുകാരനെന്ന് പറഞ്ഞ് മടുത്തു. ബൈ കൂട്ടുകാരെന്നും പറയാം. ഞാൻ പുള്ളിക്കാരൻ്റെ വീടെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാട്ടോ. സോ പുള്ളിക്കാരനെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരാം. ഇവിടെ ഒരു ചേച്ചി, സോറി ചേച്ചി, ഞാനാണെനിക്കൊന്ന് ക്രോസ് ചെയ്തോട്ടെ. ഞാൻ ചെറുതായിട്ടൊന്നുമല്ലോ തെറ്റിച്ചു, അത് കുഴപ്പമില്ല. ഫുട്പാത്തിൽ ആരെങ്കിലും നടക്കുന്നത് കണ്ട സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. അങ്ങനെ ഇത്തിരി ഒരാളേ ഉള്ളൂ. അവനിന്ന് വന്നില്ല കൂട്ടുകാരൻ. അവൻ്റെ പൊസിഷനിൽ വേറെ ഏതാണ്ട് ഒരുത്തന്നെ നിൽക്കുന്നത്. ഓക്കെ, ഞാനാണെങ്കിൽ പോയി ചോദിച്ചോക്കട്ടെ. എന്താ സാറേ, കമ്മീഷണറില്ലേ, മെയിൻ ഓഫീസർ ഇല്ലേ, പുള്ളിക്കാരൻ ട്രിപ്പ് പോയേക്കാ ദുബായിലോട്ട്. ഓൺലൈൻ വഴി ഉണ്ട്. ആ സ്റ്റാറിൽ നീ നോക്കിയാൽ മതി. എടാ രമേശാ, എന്താ സാറേ, എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. സോറി കേട്ടോ, ഞാൻ അറിയാണ്ട് ഉറക്കത്തിൽ മയങ്ങി. എന്താണെന്ന് വെച്ചാൽ പറ സാറേ. എടാ നീ ആണെങ്കിൽ ഇന്നലെ നിൻ്റെ കൂട്ടുകാരനെ കുറേ എണ്ണന്മാർ കൊന്നു എന്ന് പറഞ്ഞ് ആ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് എല്ലാം സീനായി. അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ്, നീ മുകളിലത്തെ ടേബിളിൽ ഒരു പേപ്പർ കാണാൻ പറ്റും. അപ്പം അതിനകത്ത് നീ ഒന്ന് സിഗ്നേച്ചർ സൈൻ ചെയ്താൽ മതി. അത് അങ്ങനെയാണ് ഞങ്ങൾ നിന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ അത് വായിച്ച് നോക്കിയിട്ട് നിൻ്റെ കണ്ടീഷൻ പറയാം, ചെയ്യാൻ പറ്റുമല്ലോ. അത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ തലയിൽ കൂടെ നിൽക്കുന്ന പോലീസ് ഓഫീസറല്ലേ, തലയിൽ കൂടെ ബുള്ളറ്റ് കയറ്റും. ഈശ്വര, നോക്കട്ടെ. അയ്യോ, അവിടെ നിൽക്കട താഴെ. എവിടെ പോയി? You want to give your full wealth and you will free. പക്ഷെ എൻ്റെ പൊന്ന് സാറേ, ഇതെന്തോന്ന് ചതിയാണിത്. എൻ്റെ സ്വത്ത് ഫുള്ളും കൊടുക്കാനോ? അതുപോലെ എനിക്കുള്ളത് ഈ RGB ലൈറ്റിലുള്ള മറ്റേ ഒരു ഉണക്ക ബൈക്കും പിന്നെ ഒരു ഡിഫൻഡറിൻ്റെ കാറും പിന്നെ ഒരു
ഒരു സ്വിമ്മിംഗ് പൂളും ഇത്തിരി ജിമ്മൊക്കെ ഉള്ള ഒരു മാൻഷനും. ഇത്ര എനിക്ക് ഉള്ളൂ. പിന്നെ ഈ കോട്ടും സ്യൂട്ടും അല്ല, സോറി, ആവശ്യത്തിൽ പറഞ്ഞു പോയിച്ചാൽ ഈ ജാക്കറ്റും പാൻറ്റും ഒക്കെ ഈ അതൊന്നും കുഴപ്പമില്ല. നീ നമ്മളുടെ വീടൊക്കെ ഒന്നും തന്നാൽ മതി. പറ്റില്ല. ഇല്ലെങ്കിൽ ആ ഓഫീസറിനോട് ഞാനൊന്ന് കൂവിയാൽ മതി, നിൻ്റെ തല കൂടെ ബുള്ളറ്റ് കയറും. ശരി, ഞാൻ സൈൻ ചെയ്യാം. പോലീസുകാരോ കള്ളന്മാർ, ഇത് എന്ത് ഇറങ്ങണം കെട്ട ജീവിതമാണോ ആവോ. സൈൻ ചെയ്തിട്ടുണ്ടേ. ദൈവമേ, ഇതെന്ത് ഇറങ്ങണം കെട്ട ജീവിതമാണോ ആവോ. എടാ പിന്നെ നിനക്ക് ആ ബൈക്ക് മാത്രം എടുത്തോണ്ട് പോവാം. ശരി സാറേ. ഭാഗ്യം, നമുക്ക് ആ ജോലി ബാക്കിയുണ്ടല്ലോ, അത് വെച്ച് നമ്മളുടെ കൂട്ടുകാരൻ്റെ റൂമിൽ പോയി ഒന്ന് സെറ്റിൽ ചെയ്യാം. റൂമല്ല, അവൻ്റെ വീട്. ഓക്കെ. സോ ഞാനാണെങ്കിൽ ഒന്ന് പോവാണ് കേട്ടോ അങ്ങോട്ട്. എവിടെയെങ്കിലും പോയി ഒന്ന് അവനെ വിളിച്ച് കാര്യം പറയണം. അവൻ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ. പത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി നിർത്തിട്ട്. എന്തടാ പറഞ്ഞോ. എടാ നിനക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? നിന്നെ നമ്മളുടെ ബോസ് കമ്പനിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നീ എന്തിട്ടാ പറയണ? ഡിസ്ചാർജ് ചെയ്തു എന്നോ? ഡിസ്ചാർജ് ചെയ്തു. ഈശ്വര, ഇനി അതും പോയി കിട്ടി. നീ എന്തെങ്കിലും അലർന്നേ? എടാ ഇന്നലെ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കൊറോണമാർ ആക്രമിക്കാൻ നോക്കി. ഒരുത്തനെ ഞാൻ ഇടിച്ച് ഉറക്കി. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു മിഷൻ ഗണ്ണ് കിട്ടി. അവിടെ നിന്ന് ആ ഒരു ജംഗ്ഷനിൽ വെച്ചാണ് അവിടെയുള്ള എല്ലാവന്മാരെ ഉറക്കിന്ന് വെച്ചാൽ തട്ടിയോ എല്ലാവരും തട്ടിന്ന് ജയിലിൽ പോവും. എല്ലാവരും അല്ലടാ, ആ ബ്ലാക്ക് സ്മാഷീസ് അംഗങ്ങളെ മാത്രമാണ് ഞാൻ തട്ടിയത്. ഓരോരുത്തനെയല്ല ഞാൻ തട്ടിയത്. ഓ ഐ സി. എടാ അപ്പോൾ ഉണ്ടല്ലോ, എന്താ ഒന്നില്ല. എടാ അപ്പം നീ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുക. താങ്ക്സ്, ഞാൻ നിന്നോടത് പറയാതിരിക്കുമായിരുന്നു. എടാ പിന്നെ എൻ്റെ ജോബും പോയി. അപ്പോൾ നമുക്ക് വേറെ വല്ല ബിസിനസ്സും നോക്കി വേണം ചെയ്യാൻ, ജീവിതം മുന്നോട്ട് പോകാൻ. നീ എന്തായാലും വീട്ടിലോട്ട് വരാനുണ്ടാവും. ശരി. ഭാഗ്യം, അവന് ഉണ്ടാവുന്നെങ്കിലും പറഞ്ഞല്ലോ. സോ ഗൈസ്, ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യൂ. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ആണെങ്കിൽ ഒന്നും കൂടി പറയാം. ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവർ നേരെ ഉടനെ പോയി ചെയ്തോളൂ. ഓക്കെ, അമ്മ നിർത്ത് ബ്രോ. അവനവിടെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? എന്താടാ? എടാ ഞാനിപ്പോൾ അവിടെ ചിലപ്പോൾ ഇല്ലായിരിക്കും, ഞാൻ വരും. അത് കുറേ നേരം ചിലപ്പോൾ കഴിയും. അപ്പം നീ ആണെങ്കിൽ ബിസിനസ് പ്ലാനൊക്കെ ആയി നീ ഒന്ന് സെറ്റിലാവും. എടാ പിന്നെ നിൻ്റെ വണ്ടി ഗ്യാരേജിൻ്റെ അവിടെ പാർക്ക് ചെയ്താൽ മതിയേ. ഓക്കെ സാർ. ഓക്കെ, നമുക്കാണെങ്കിൽ ഗ്യാരേജിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അവനാണെങ്കിൽ വണ്ടിയിലല്ല പോണേ, ഓട്ടോറിക്ഷയില പോണേ ഓരോ സ്ഥലത്തും. ഓക്കെ, എന്താ കുളിക്കുന്ന ശബ്ദം? അതാരെങ്കിലും ആവട്ടെ. ദൈവമേ, ഞാൻ എൻ്റെ പേരിൽ ഒന്നും വേണ്ട. അപ്പം ഞാൻ എങ്ങനെ റൂമിൽ കണ്ടുപിടിച്ചു? എടാ എൻ്റെ റൂം എവിടെയാടാ? നീ വീടിൻ്റെ ഫ്രണ്ട് ആംഗിളിൽ വന്നേ. നീ നേരെ വീട്ടിൽ കയറുമ്പം റൈറ്റ് സൈഡിൽ ഒരു മുറി ഉണ്ടാവും. അതാണ് നിൻ്റെ മുറി. താങ്ക് യു. ഇത്രയാണ് നമുക്ക് മുറി ഉണ്ടല്ലോ. അപ്പോൾ ടോയ്ലറ്റ് മുകളിലുണ്ടേ. മുകളിലെവിടെ? ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എവിടെ പോയി? ഇവിടെ ഉണ്ടോ ടോയ്ലറ്റ്? അപ്പം കിച്ചണാണെങ്കിൽ റൈറ്റ് സൈഡ്.
ആ ഓക്കെ. ഓക്കെ അപ്പം ഇവിടെ എന്തായിരിക്കും? ആ ഇവിടെ ഇതാണോ ബാൽക്കണി? ഇതപ്പം ഞാനാണെങ്കിൽ ഒരു ഈശ്വര എന്താ പറ്റി എന്താ കുറേ സ്ക്രീൻ എന്നിട്ടാ ആവുന്നേ? ഇതിവിടെ ഞാനാണെങ്കിൽ ആ ബാൽക്കണിയിൽ നിന്ന് താഴെ അടിച്ചു വീഴും ചെയ്തു. ഞാനിങ്ങനെ എവിടെ ചെയ്യല്? അണ്ടർ കവർ കോപ്സാണ് എന്നെ കൊണ്ട് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാം പോച്ചടാ, പൊച്ച്. എന്തായാലും നമുക്ക് പോവാൻ താഴോട്ട്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇത്. ആരാണ്ടൊക്കെ എന്നെ ഇവിടെ കൊണ്ടാക്കി. പിന്നെ ഞാൻ ചോദിക്കാൻ വന്ന റിഡിൽ ഞാൻ പറയാം. നേരത്തെ ഞാൻ ബാൽക്കണി നിന്നില്ലേ, അപ്പോൾ ചോദിക്കാൻ നിന്ന ഒരു റിഡിലാണ്. ഈശ്വര വണ്ടി ഇടിച്ച് മറിഞ്ഞു പോകുന്നുണ്ടല്ലോ. ആ റിഡിൽ എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും. കടുങ്കഥയാണ് ഈ കുസൃതി ചോദ്യം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈശ്വരി ലാംബോർഗിനി എങ്ങനെ മെഡിസിൻ ഗ്രൂ ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങുക. അത് വിളിക്കണം 9129. ഇത് വിളിക്കണം. എൻ്റെ എല്ലാ വണ്ടിയും പോയി. നമ്മൾ താഴേക്ക് അങ്ങനെ ചാടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. അമ്മേ ഈശ്വര, മെഡിസിൻ ജാക്കറ്റ് ഇട്ട് ചാടിയോണ്ട് ഭാഗ്യം. കുറച്ച് ചോര മരത്തി പറ്റിയേ ഉള്ളൂ. അതെന്താണെന്ന് വിഷയാക്കണ്ട. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഉണ്ടോ വില്ലവായിമാർ അടിച്ചുകൊണ്ട് പോയോന്നാണ് ഡൗട്ട്. കാരണം ഞാനാണെങ്കിൽ അതിനകത്ത് കീയിട്ടുണ്ടായിരുന്നു, കീടാൻ മറന്നുപോയി. ഞാൻ റിഡിൽ ചോദിച്ചു ഇല്ലയോ? ഞാൻ ചോദിച്ചു ഇല്ലയോ ഒന്ന് എനിക്കറിയില്ല. ഒന്നും കൂടി ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം ചോദിക്കാം. ഇല്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ ചോദിക്കാം ഗൈസ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് പിന്നെ അതൊരു കെണിയും കൂടിയാണ്. എന്താണ് സാധനം? ഞാൻ നേരത്തെ അവിടെ നിന്നിട്ടില്ലേ? സോ കമൻറ്റ് ചെയ്യണം. ഒന്ന് റിഡലിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബാഡ് ബോയ് ലിസൺ വിത്ത് എ ബ്രോം ബാഡ് ബോയ്. സോ നമ്മളുടെ റൂം എവിടെയായിരുന്നു? ഞാൻ മറന്നു ഇതെല്ലാമായിരുന്നു. എടാ നീ ആണെങ്കിൽ വേഗം ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വരുമോ? എങ്ങോട്ടാടാ? പോലീസ് സ്റ്റേഷനിലോട്ട്. നീ എവിടെയാ? ഞാനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പോലീസാണെങ്കിൽ എൻ്റെ പുറകെ ഉണ്ട്. നീ ആണെങ്കിൽ ഒരാൾ തട്ടുമോ നിൻ്റെ മെഷീൻ ഗൺ വെച്ച്? നീ എന്താ പറയണേ? എടാ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കാ? അല്ല കൊലയ്ക്ക് കൊടുക്കാൻ നോക്കാം. എന്തിട്ടാടാ പറയണേ? നീ ഇപ്പോൾ അത്രയും മാത്രം എന്ത് നീ അവിടെ പോയി ചെയ്തേ? പോലീസുകാരൻ്റെ മുന്നിൽ പോയി മിഡിൽ ഫിംഗർ കാണിച്ച്. നല്ല ബെസ്റ്റ് ഐഡിയ. എന്തോന്നിനാടാ നീ ഇതൊക്കെ ചെയ്തേ? ദൈവമേ, ഞാനാണെങ്കിൽ ഇതിപ്പോൾ എവിടെ പോകണോ? ഞാൻ ചെകുത്താനെയും കടലിനി നടുക്കാണല്ലോടെയാ. ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം ഗൈസ്, എന്നെങ്കിലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളാണെങ്കിൽ വണ്ടി അടിച്ചു മാറ്റാൻ ഈശ്വര എന്നെ പിന്നെ അവിടെ എന്താണോ ഒപ്പിച്ചത്? ഈശ്വര അതിൻ്റെ പുറകെ ഇനി പോലീസുകാരൻ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ നീങ്ങടാ. ശരി, അവൻ ലോക്ക്ഡൗൺ ഇതേക്കാണ് വണ്ടി. ഇപ്പോഴത്തെ കാലത്തെ ടെക്നോളജി ഞാൻ തോറ്റു. ഇപ്പോഴത്തെ കാലത്തെ ടെക്നോളജി കൊണ്ട്. ഓക്കെ ഞാനാണെങ്കിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തൽക്കാലത്തേക്ക്.
നമ്മളെ ആകപ്പാടെ മിഷൻ ഗണ്ണേ ഉള്ളൂ കേട്ടോ. എൻ്റെ ബുള്ളറ്റ് ഇടുന്ന കഥ കൂവയല്ല കേട്ടോ, കഥ കുത പറഞ്ഞപ്പം മാറിപ്പോയി ചെറുതായിട്ട്. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കുവാണ്, എൻ്റെ പഴയ വീട്. പോയി വണ്ടി മൊത്തത്തിൽ പോയി. ഒരൈഡിയ. അയ്യോ, ഈ റൂം അവിടെയാണ്. ഞാൻ അവിടെ ഈ വീട്ടിനകത്ത് ഞാനിനി അകത്ത് കയറി എന്ന് പറഞ്ഞാൽ നെറ്റിക്കൂടെ ഓട്ടോ ഇടാം, അല്ലെങ്കിൽ ഓട്ടോ ഇടുക. എടാ നീ എവിടെയാ? ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ പുറകെ പോലീസുകാരുണ്ട്, നീ ഒന്ന് തീർക്ക്. അവിടെ ഒരാളില്ലെങ്കിൽ രണ്ടാളുണ്ടാവും. ഇങ്ങനെ മെഷീൻ ഗണ്ണ് വെച്ച് ഒരാളെ തീർത്താൽ മതി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണായി ചെയ്യണേ ഈശ്വര. അമ്മേ, പോലീസുകാർ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തായാലും രക്ഷപ്പെടണം. ഈശ്വര, എടാ പോലീസ് വരുന്നില്ല, ഭാഗ്യം. ഞാൻ എന്തായാലും അവൻ വീട്ടിൽ പോട്ടെ. ഇതെന്താ? ഓ മൈ ഗോഡ്, പോലീസുകാർ എന്താ പറ്റി? ഈശ്വര, സോറി സാർ, എന്നെ അറിയാണ്ടൊന്ന് റിവേഴ്സ് എടുത്ത. അമ്മേ, ആ പ്രാന്തം കാരണപ്പം ഞാൻ കൊലക്കേസിലാ. അമ്മ, ഈശ്വര. ഞാനാണെങ്കിൽ സിറ്റി ഫുള്ള് റൗണ്ട് ഇടിക്കേണ്ടി വരുമല്ലോ. ഈശ്വര, ഉമ്മേ, ബാക്കി വന്ന പോലീസുകാരനെ ഇടിച്ചു ബാക്കി വന്നു. അതുകൊണ്ട് മാത്രം ഞാനാണെങ്കിൽ രക്ഷപ്പെട്ടു. ഞാൻ ഒരു സാധനം രണ്ട് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നാ പിടിച്ചോ? അയ്യോ, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അറിയാണ്ട് പറഞ്ഞു സാറേ. വണ്ടീൻ്റെ ബ്രേക്ക് അറിയാണ്ട് സ്ലിപ്പ് ചെയ്താ. അത് പോയോ? 5 സ്റ്റാർ 100 ലെവല്, 5 സ്റ്റാർ അല്ല 3 സ്റ്റാർ. പോയത്. സോറി മച്ചി. അമ്മ, ഈ വണ്ടി ഇനി ഉണ്ടാകുമ്പോ ഇവനെന്തിനാണ് എന്നെ വീണ്ടും ഇടിക്കണ? സോറി സാറേ, ഞാൻ അറിയണ്ടോന്ന്. ചേടാ ഇതാണ് റിവേഴ്സ് എടുത്ത് പോയതാ. ബായ്, ഞാൻ ചാടുന്നു. ഓക്കെ. അവൻ ഇനി എവിടെ പോയി ഒളിച്ചു ഹാവോ. എടാ നീ എവിടെയാ? ഞാൻ വീട്ടിലേക്ക് വരുവാ. വേഗം. അതാ അവൻ. എടാ നിക്കടാ, എങ്ങോട്ടേക്കാ? ഞാനാണെങ്കിൽ ഒരു സ്ഥലം വരെ പോവാണ് മച്ചാനെ. പിന്നെ ഷെയ്വൊക്കെ ചെയ്യണം. ഓക്കെ. എൻ്റെ പൊന്നോ, നീ ഒരുത്തനായിട്ടൊന്ന് കൊലയ്ക്ക് കൊടുക്കാൻ നോക്കിയേ. ദൈവമേ, ഈശ്വര. ഓക്കെ, ഞാനാണെങ്കിൽ ഇപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചെറിയതായിട്ട് ഷോർട്ട് വീഡിയോ ആയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഇത്തിരി ഷോർട്ടായിട്ട് ചെയ്യണം. പിന്നെ ഒരു ഫുൾ ഇത് തന്നെ നമുക്ക് ചെയ്യാനുണ്ട്, ഒരു സീസൺ തന്നെ. അപ്പോൾ സീസൺ 2 ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളാണെങ്കിൽ ഈ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. സോ സീസണിൻ്റെ പേര് പോർട്ട് റൊച്ചാണ്.
സീസൺ 2 ഞാനാണെങ്കിൽ അപ്പം ഉദ്ദേശിച്ചിട്ടില്ല. അത് സീസൺ 2 ഉണ്ടാക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ഫോർ ഷുവർ ഞാനത് ഉണ്ടാക്കിയിരിക്കും. സോ ഞാനാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ 2 പ്രാവശ്യം പറഞ്ഞു, സോറി. സോ ബൈ ആൻഡ് ഇറ്റ്സ് യുവർ കോക്കു സൈനിങ് ഔട്ട്.